മാപ്പിളപ്പാട്ടിന്റെ മാധുര്യം തീർത്ത് മണിമേഘ പല്ലക്കിൽ മലയാളി മനസ്സിൽ പെയ്തിറങ്ങുന്ന ചുങ്കത് ജ്വല്ലറി പട്ടുറുമാലിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പട്ടുറുമാലിന്റെ മത്സരാർത്ഥികൾക്ക് മാർഗദീപം തെളിയിക്കുന്ന നമ്മുടെ സ്വന്തം വിധികർത്താക്കളെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് ഐ വെൽക്കം നമ്മുടെ സ്വന്തം ഫിറോസ് ക. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നു യുവഗായകൻ നജീം അർഷാദ്. പട്ടുറുമാലിന്റെ മൊഞ്ചത്തി ജഡ്ജ് നമ്മുടെ സ്വന്തം സജില സലീം. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നു പട്ടുറുമാലിന്റെ സാന്ദ്ര സംഗീതം നമ്മുടെ സ്വന്തം ഓർക്കസ്ട്ര ടീം. ചുങ്കത് ജ്വല്ലറി പട്ടുറുമാലിൽ മൈലാഞ്ചി പാട്ട് റൗണ്ടിൽ കുപ്പിവിള കിലുക്കവുമായി എത്തുന്നു ഫാത്തിമ ഫിദ. ഐ വെൽക്കം ഹർ ഓൺ ടു ദി ഫ്ലോർ ഓഫ് ചുങ്കത് ജ്വല്ലറി പട്ടുറുമാൽ. ഫാത്തിമ ഫിദ ചേച്ചി, മൈലാഞ്ചി പാട്ട് റൗണ്ട് എന്താണ് ഇവിടെ പാടാൻ പോകുന്നത്? ഞാനൊരു ട്രഡീഷണൽ സോങ് ആണ്. മംഗബീവി മംഗലൻ മഹിമകൾ. സൂപ്പർ, എന്തായാലും അസലായിട്ട് പാടുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മംഗബീവി മംഗല മഹിമകൾ ആകെയോരേ ഇന്ന് മാനിമ്പക്കനിയാളുടെ മഹിമകൾ ഇന്ന് പാടി തങ്കമാക്കതിറപ്പിൻ വിധിയത് ഒത്തുകൂടി എങ്ങും തഞ്ചിടെ ഖദീജബി തോഴികൾ ഇന്ന് തേടി തേടിടും ജന്നാത്തിലും കൂറികൾ ആടിയാടി ഇന്നാൾ തീർത്തിടും പല ചിന്തുകൾ വൈത്തിൽ ഓതിയോതി ഓടിയിൽ പണിതുള്ളൊരു കസുറക ഇന്ദു ചേലിൽ ആസിയ മറിയമൊത്ത മുഞ്ചികൾ ചിഞ്ചലിൽ തീർത്ത ഹാലിൽ ഹാലെങ്ങും ഹൈറായ മുത്ത് ഹബീബോരെ ഹാലെങ്ങും ഹൈറായ മുത്ത് ഹബീബോരെ മണിമുത്ത് മുഹമ്മദും മതിവാൻ തെളിഞ്ഞേ മാനിതരായ അന്ന് ആമിന പെറ്റ പുന്നാരേ മുത്ത് താഹാവേ പാലാഴി തൂമുഞ്ച് സത്തായൂതി തോരാ പാലാഴി തൂമുഞ്ച് സത്തായൂതി തോരാ അടുക്കത മുഖപ്പത്തും തീചാരത്തിലും പാകിടാനായി തീർത്ത് താരിള മായനൈനാരേ മുത്തു പൊന്നാരേ ആലുകളന്നേറ്റം മോദപ്പൂ കോർത്തിലും ആലുകളന്നേറ്റം മോദപ്പൂ കോർത്തിലും മാലുകളത കുറവാണിതു ചേരില ആകിടാനായി ചേർന്ന് നറുമണ മായരസൂലോരേ യാ ഹബീബോരേ. ഹബീബുള്ള ഗജപുരം അതികുഷിയായി അണിന്തിട് ഖദീജ ബിബംഗീഷ കിളയിലെ മണികുയിലായി ബന്ദിട രാജാ തിക്കിണതന്നെ ചേർന്നിടുവാൻ കൊതിച്ചൊന്നതു പിന്നെ തീർത്തിടും പയറുകളായതു പൊന്നെ പൊന്മണി കനവുകൾ അതിമികവായി ഇനകണും പുതുനരി ചിന്താര പദവിയിൽ ഉതിമതിയായി ഉതിമതി മനമിൽ മുട്ടത പൂതി ഉദിക്കുന്ന കൽവകപ്പെട്ടത ജ്യോതി വ്യക്തമിനേറ്റിയ ഉള്ളക ഖ്യാതി ഖ്യാതിയായി തൃക്കല്യാണ പുതുമാ കൗതുകം അതിശയ സംഗീത ധ്വനിരക ചൊല്ലിടുകയായി. അലയൊലിയായി വിടുന്ന നിരം അരിമരസൂൽ അഹിത്തുപാരും അരിശത്തിനാ മുഖകമലും അതിചുകപ്പിൽ കനത്തകരെ കർമ്മൽ ചൊന്ന ദൂതര തന്നിൽ കയറി ചിത്തത്താലത് എന്നാൽ കാമിനിയേറ്റിയ കൗതുകമൊന്നായി ചെന്നിടവേ തുളരിയരും
വർണ്ണമാകുണമേനി ഏകിന യശകിലെ മൈലാഞ്ചി ഊതി വിരുദ്ധ പാണിയിലതിശയ പാകിയ ചോപ്പിലെ മൗലാഞ്ചി എന്തകമിൽ ബഹുമപ്പുകൾ കേട്ട വിനാദിലെ വീരിത മൈലാഞ്ചി പൂകിടും ചെറിയാശാമിലും മിസ്രിലും മികവും മികந்த മൗലാഞ്ചി മിഴികളിലെന്തിടും ഈ മുഞ്ചി മൗലാഞ്ചി മലർ ദേവി ചമഞ്ഞമല മാനിനി കാജ കുറ്റത്തിലക്കമല മൈലാഞ്ചി മലർ ബീവി ചമഞ്ഞമല മാനീന കാജ കുറ്റത്തിലക്കമല മല പൊന്നിൻ താലിയനാലെ മേലെ കാതിൽ കാതിൽ നേരെ ചേലൈ മെയ്യിൽ കയ്യതിനാലെ ചേലവിയിൽ ഹയ്യതിനാലെ പുല്ലുകൾ ഹുസ്നുകൾ വിളിച്ചൊതുങ്ങൂ ഉറിയ തരുണിയും ഒരുമിക്കുന്നു ഉയ്യുകൾ ഹുസ്നുകൾ വിളിച്ചോതുന്നു ഊരിയ തരുണിയും ഒരുമിക്കുന്നു ഒരുമ സ്വർഗത്തട്ടതിലേറെ വരുമ കൗലിൽ ചിരിയത് തൂകി ഒരുമ നെയ്യിൽ പൂത്തത് റാണി ഒരു മകളയിൽ പൂത്തറാണി റാണിക്ക് നദി മുതലജ് മുതിർത്തു രംഗാലെ കാരം കൂടി തട്ടിലുഷിർത്തു റാണിക്ക് നദി മുതൽ ജമുദിത്തു രംഗാലക്കാരം കൂടി തട്ടിലുയിത്തു സുന്ദരി ഖദീജത്തിൻ പോരിഷ പാടി ഏറ്റം മർഗബ പാടി ഒന്നായി പറക്ക നേടി മാനിമ്പം കൊള്ളും സ്വർഗമംഗലം കൂടി സ്നേഹക്കുളിരിലാടി ഹക്കിൻ സ്തുതിച്ചു തേടി തേടി സുവർഗം മംഗലം കണ്ട് തേടി ഖദീജക്കൊപ്പരം നിണ്ട് ദൂതര മധുവും ചിന്തകൾ വിണ്ട് ഭൂതരമതവും ചിന്തകൾ വിണ്ട് വിണ്ടേറ്റം പാറ് ഹക്കൻ തിരുദാനമേ സ്വർഗപുരിദാനമേ ഏകാന്തി കൂട്ടണേ വളർമയിൽ നിന്നും മിൻസും മല്ലായിക്കത്തും ഉറങ്ങി സങ്കൾ മറ്റും ചേരും പതി കാട്ടണേ ഒപ്പന വെപ്പന വെപ്പതു നിപ്പും ഒത്തൊടു ചൊങ്കിട മങ്കൾ സ്വപ്പും ഓമന പൂവിയ റങ്കുമിനുപ്പും ഓമന പൂവിയറങ്ങുമിനുപ്പും രംഗുകൾ മീനുപ്പേറ്റം പോലിപ്പിച്ചോട്ടെ എത്ര കാലമെടുത്തോട്ടെ ഒപ്പന വെപ്പൊലി കേട്ടോട്ടെ രാഹത്തിൻ കാനക കൈ പിടിച്ചിടട്ടെ ചൊങ്ങിലേതിരിടട്ടെ മലർ വിടന്നിടട്ടെ ഒലി ഒലിവായ് പുതു പുതു മങ്ക പുകളതിലൊത്ത മർഹബ പാടി മലർ മങ്ക ചിരിച്ചും കൊണ്ടിശൽ മൂളി മണവാര പൂകിന്തിടലായി നിറയവൻ അനുഗ്രഹമാലി ഇരസത്തേൻ മനമതിൽ കൂടി ഇഷ്കൊത്ത മധുരിത മങ്ക പതിജപിയറ കൂടലായി ഖദീജബിയറ കൂടലായ് ഖദീജബിയറ കൂടലായ് ഖദീജബിയറ കൂടലായ് നല്ല മൊഞ്ചത്തി മണവാട്ടിയും കിടിലം ഒപ്പനയും ഫിദയുടെ കിടിലം പാട്ടും ഒരു ബിരിയാണിയുടെ മണവും എനിക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്തില്ലേ ബിരിയാണിയുടെ മണം വന്നില്ല വന്നില്ലല്ലേ പക്ഷെ വിശപ്പിന്റെ ചിഹ്നം വിളി വരുന്നുണ്ടല്ലേ അപ്പൊ എന്തായാലും ഫിദയുടെ പാട്ട് എങ്ങനെ ഉണ്ടായെന്ന് നമുക്ക് ചോദിക്കാം ഫിറോസ്ക. ഇപ്പോൾ വേദി 2-ൽ നടന്ന ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന മത്സരത്തിൽ ഫിദയും സംഘവും എ ഗ്രേഡോടുകൂടി വലിയൊരു 1-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നു. അത്ര ഫീലായി മോളെ, അസാധ്യമായിരുന്നു എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലായിരുന്നു. ഇത്രയും കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യം. അതിൻ്റെ ഇടയിൽ പാടാവുന്ന എവിടെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇടാൻ കഴിയുമോ അതൊക്കെ കൊണ്ടുവന്നു. ചെറിയ കാര്യങ്ങൾ അതിങ്ങനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോവുമായിരുന്നു. കുഞ്ഞു കുഞ്ഞു പ്ലാനുകൾ മനോഹരമായിട്ട് പാടി. താങ്ക് യു സർ. നല്ല വിഷ്വലായിരുന്നു. എന്താ പറയുക, തകർത്തു നിങ്ങൾ കേട്ടോ. പുതുനാരി എന്തൊക്കെയായിരുന്നു വിഷ്വലിലേക്ക് നോക്കണോ, ഫിദയുടെ പാട്ട് ശ്രദ്ധിക്കണോ, അങ്ങനെയായിരുന്നു ഞാൻ. അസാധ്യമായി പിന്നെ എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ സംസ്ഥാന കലാമേളയിൽ വിജയിച്ചവരിനി ഓൾ ഇന്ത്യ യൂണിവേഴ്സൽ കലാമേളയിലേക്കൊക്കെ പോകട്ടെ കേട്ടോ. തകർത്തു. താങ്ക് യു സർ. താങ്ക് യു ഫിറോസ്ക. സജിലത്താ. ഫാത്തിമ ഫിദ ഒന്ന് ഓടിങ്ങ് വന്നേ, ഒരു ഷെയ്ക്കാൻ. മംഗബീവി മംഗളമഹിമകൾ ആകെയോരേ ഇന്ന് മാനിമ്പക്കനിയാളുടെ മഹിമകൾ ഇന്ന് പാടി തങ്കമാക്കതിറപ്പിൻ വിധിയതി. എക്സലന്റ് ആയിരുന്നു. എന്താണ് ഇത്, എത്ര പേജാണ്? 1 2 3 4 5 ഷോ എല്ലാം സത്യം പറയണം, ഇതിനു വേണ്ടിയിട്ടായിട്ട് പഠിച്ചതാണോ സ്കൂളിൽ
പാടിയിട്ടുണ്ടോ മോനെ? ഞാൻ 5 വർഷം മുമ്പ് പാടിയിട്ടുണ്ട്. പാടിയിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അത് എടുത്താണ് അല്ലേ? സമ്മതിച്ചു കേട്ടോ. കാരണം ഇത്രയും നമ്മള് ഓക്കെ നമുക്കറിയാം ഒപ്പന പാട്ട് സ്കൂളിൽ പാടിയിട്ടുണ്ട്, പക്ഷെ അതിന് നല്ല കോറസ് സപ്പോർട്ട് ഉണ്ടാവും. ഇത്ര എന്താ പറയാ, ഇതില് ആകെ കുറച്ച് പോർഷൻസേ കോറസ് പോർഷനിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പം അതൊന്ന് പാടിയെടുക്കാന്ന് വെച്ചാൽ ഭയങ്കര എനർജി വേണം. പിന്നെ ഓരോ ലിറിക്കും ഇങ്ങനെ പെറുക്കി 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 എടുക്കാം. അത്രക്കും ക്ലിയർ ആയിട്ടാണ് പാടി വെച്ചിരിക്കുന്നത്. താങ്ക് യു സജിലത്ത. നമുക്കിനി നജിമിക്കേടും ചോദിക്കണം, ബട്ട് അതിന് മുമ്പ് നമുക്ക് സ്പെഷ്യൽ താങ്ക്സ് പറയണം അല്ലേ നമ്മുടെ ഓർക്കസ്ട്ര ടീമിന്. ഒരു ഗംഭീര സപ്പോർട്ടായിരുന്നു അവർ നൽകിയത്. സ്പെഷ്യൽ താങ്ക്സ് ടു അവർ ഓർക്കസ്ട്ര ടീം. നമുക്ക് നജിമിക്കയുടെ കമന്റ്സിലേക്ക് പോവാം. നജീംക. ഫിദ, ഇക്ക, ഈ മാലപ്പടക്കം പൊട്ടുന്ന പോലെ ഒരു ഇടിവെട്ട് പ്രകടനമായിരുന്നു കേട്ടോ. അടി കയ്യടി, അതാണ് സൂപ്പറായിരുന്നു. എന്താ പറയണ, പല സ്ഥലങ്ങളും ഈ തൊണ്ടയിൽ മറ്റേ ഈ ഓട്ടോ ട്യൂണൊക്കെ സോഫ്റ്റ്വെയർ വെച്ച് പാടുന്ന പോലെ അത് അപ്ലൈ ചെയ്യാതെ തന്നെ എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, ഒന്നും പറയാനില്ല. സൂപ്പർ. ഓവറോൾ ഈ വിഷ്വൽ എല്ലാവരും ബാക്കിൽ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും നന്നായിരുന്നു കേട്ടോ. സൂപ്പർ ആയിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നജീംക. എന്നാലും ഒരു ചെറിയ നെഗറ്റീവ് പോലും കിട്ടിയിട്ടില്ല. എല്ലാം പോസിറ്റീവ് കമന്റ്സ് ആണ്. പോസിറ്റീവ് മാർക്സുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് മാർക്സിലേക്ക് പോവാം. സജിലത്ത, ഔട്ട് ഓഫ് 30 എത്ര വേണം ഫിദ? 31 കിട്ടിയാൽ ഞങ്ങൾ ഹാപ്പിയാണ്. 30-ൽ 31 തരാൻ പറ്റുമോ അല്ലേ? 29 മതിയോ? 29 മതിയെങ്കിൽ ഓക്കെ. 29 കൂടുതൽ തരുന്നുണ്ട്. ഒരു 0.5 പ്ലസ് 0.5 കൂടി തരാം. Good. 30 on 30. താങ്ക് യു. ഫിറോസ്ക, ഔട്ട് ഓഫ് 40 3 4 40. താങ്ക് യു സർ. 40 out of 40. നജീംക, ഔട്ട് ഓഫ് 30 മണവാട്ടി ഭയങ്കര വിഷമത്തിൽ ഇരിക്കുവാണ്. ഇത്രയൊക്കെ മാർക്കൊക്കെ വാരിക്കോരി കിട്ടിയിട്ട് നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിയല്ലോ. എന്നിട്ടാണ് നീ മാർക്ക് പറയുന്നത്? എന്നിട്ട് ഞാൻ പറയും, എനിക്ക് തോന്നുന്നു അവൻ മാർക്ക് കുറക്കുന്ന ആളാ പൊതുവെ. അയ്യോ വേണ്ടട്ടോ നജീംക. മുറ്റത്തെ മുല്ലയ്ക്ക് പൂ നിറഞ്ഞേ, നാളെ ഈ പെണ്ണിൻ കല്യാണമല്ലേ, മുഞ്ചത്തി മാണിക്ക കണ്ണാളെ റംഗിൻ താമര പൂന്തേനെ, താഴത്തു നോക്കാതെ നിന്നെ പൂഴി കൂട്ടാതെ, കണ്ണാടി കടവിലെ മാതളപ്പൂ ചോദിക്കാൻ മൈലാഞ്ചി തോപ്പിലിന്ന മാരൻ വന്നു തേനാളെ, മാണിക്ക കണ്ണാളെ റംഗിൻ താമര പൂന്തേനെ, താഴത്തു നോക്കാതെ നിന്റെ പൂഴി കൂട്ടാതെ, മാണിക്ക കണ്ണാളെ റംഗിൻ താമര പൂന്തേനെ, താഴത്തു നോക്കാതെ നിന്റെ പൂഴി കൂട്ടാതെ, മാണിക്ക കണ്ണാളെ റംഗിൻ താമര പൂന്തേനെ, താഴത്തു നോക്കാതെ നിന്റെ പൂഴി കൂട്ടാതെ. അപ്പൊ മാർക്ക് തരട്ടെ. പ്ലീസ്. ഔട്ട് ഓഫ് 30 30 30. അപ്പം സൂപ്പർ. 100 on 100. നമ്മുടെ ചുങ്ക ജ്വല്ലറി പട്ടുമാലിൽ ഈ സ്റ്റേജിൽ ഫൈനൽ സ്റ്റേജിൽ ഫുൾ ഓൺ മാർക്സ് മേടിക്കുന്നത് നമ്മുടെ ഫാത്തിമ ഫിദയാണ്. ഗിവ് എ ബിഗ് ഹാൻഡ് പ്ലീസ്. താങ്ക് യു. അപ്പം ഇതേപോലെ നന്നായിട്ട് പെർഫോമൻസ് ചെയ്യുക. ഓക്കെ ഫിദ? ഷുവർലി നെക്സ്റ്റ് പെർഫോമൻസ് കിട്ടില്ലുമായിരിക്കുമെന്ന്. ചുങ്ക ജ്വല്ലറി പട്ടുമാലിൽ ഗസൽ മഴ പെയ്തിറങ്ങുകയായി. അതെ, ഗസൽ മഴ റൗണ്ടിൽ പാടുവാൻ എത്തുന്നു അളക ജയപാൽ. ഐ വെൽക്കം ഹർ ഓൺ ടു ദി ഫ്ലോർ ഓഫ് ചുങ്ക ജ്വല്ലറി പട്ടുമാൽ. അളക ചേച്ചി, ഗസൽ മഴ മഴ പെയ്യിക്കോ? നോക്കാം, ശ്രമിക്കാം. ഓക്കെ, എന്തായാലും ടഫുള്ള റൗണ്ട് ആണോ? റൗണ്ട് ടഫാണ്. അന്നേരം പഠിച്ചിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്? പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും പ്രാക്ടീസ് ചെയ്ത പോലെ തന്നെ എവിടെയും പാടാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
परदेशी 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 परवയെ പോലെ സരി ഗരി ഗരി സരി നീ മഗ സാരി ഗരി ഗ സരി ഗ മാ ഗരി ഗ സരി നീ ദസരി സ ഗരി മഗ ഗ മഗരി ഗ സരി നി സ ദസരി സ ദസരി സ മഗനി സരി സ പരദേശി പറവയെ പോലെ ഒരിക്കൽ കൂടി വരുമോ നീ പരദേശി പറവയെ പോലെ ഒരിക്കൽ കൂടി വരുമോ നീ പതിവ് പോലെ പകരം വീട്ടാനൊരിക്കൽ കൂടി വരുമോ നീ പതിവ് പോലെ പകരം വീട്ടാനൊരിക്കൽ കൂടി വരുമോ നീ പരദേശി പറവയെ പോലെ ഒരിക്കൽ കൂടി വരുമോ നീ എന്റെ ദുഃഖങ്ങൾ പിണങ്ങിപ്പോയി ദൂരെ എന്റെ ദുഃഖങ്ങൾ പിണങ്ങിപ്പോയി ദൂരെ സരിഗ പദ സദ ധനിര മഗ എന്റെ ദുഃഖങ്ങൾ പിണങ്ങിപ്പോയി ദൂരെ സരി ഗരി ഗരി സ ദദ മഗ മഗരി ഗരി സ സരി ഗ മ ഗ മ ഗരി ഗരി സരി നീ സനി സരി ഗ ഗരി ഗ ഗ മ ഗ ഗരി ഗരി സ എന്റെ ദുഃഖങ്ങൾ പിണങ്ങിപ്പോയി ദൂരെ പിന്നിലാവ് മുഖം മറച്ചു എന്റെ മിഴികളെ തഴുകിയടയ്ക്കാനൊരിക്കൽ കൂടി വരുമോ നീ എന്റെ മിഴികളെ തഴുകിയടയ്ക്കാനൊരിക്കൽ കൂടി വരുമോ നീ പരദേശി പറവയെ പോലെ ഒരിക്കൽ കൂടി വരുമോ നീ
വരവിനായി സുരസേ ഖബറിലും നിന്റെ വരവിനായി സുരസേ എന്റെ കൽവകം കൊതിച്ചിരിക്കും എന്റെ ഖബറിനെ സുവർഗത്തിലേറ്റാനൊരിക്കൽ കൂടി വരുമോ നീ എന്റെ ഖബറിനെ സുവർഗത്തിലേറ്റാനൊരിക്കൽ കൂടി വരുമോ നീ പരദേശി പറവയെ പോലെ ഒരിക്കൽ കൂടി വരുമോ നീ പരദേശി പറവയെ പോലെ ഒരിക്കൽ കൂടി വരുമോ നീ പതിവ് പോലെ പകരം വീട്ടാനൊരിക്കൽ കൂടി വരുമോ നീ പതിവ് പോലെ പകരം വീട്ടാനൊരിക്കൽ കൂടി വരുമോ നീ പരദേശി പറവയെ പോലെ ഒരിക്കൽ കൂടി വരുമോ നീ ഒരിക്കൽ കൂടി വരുമോ നീ ഒരിക്കൽ കൂടി വരുമോ നീ അളകാ ചേച്ചി സബാഷ്. താങ്ക് യു. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ആണ് ഗസൽ. അപ്പോൾ എന്തായാലും നമുക്ക് ജഡ്ജസിന് ഗസൽ മഴ പെയ്തിറങ്ങിയോ നമുക്ക് ചോദിച്ചറിയാം. ആയിക്കോട്ടെ സജിലത്ത. അളക, ചേച്ചി. നോ വേർഡ്സ്. എന്താ പറയണ്ട, എനിക്ക് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു ഗസൽ റൗണ്ട് എന്ന് പറയുമ്പം അളകക്ക് എന്താ പറയാ, അങ്ങ് മുകളിൽ വരെ പാടി എത്തിക്കാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതെന്തായാലും നിലനിർത്തി. എനിക്കറിയില്ല എന്താ അവിടെ വന്ന് നിന്നെ കെട്ടിപ്പിടിക്കണോ ഇവിടെ വിളിച്ചിട്ട് എന്നിങ്ങ പരദേശി പറവയെ പോലെ ഒരിക്കൽ കൂടി വരുമോ നീ പാടി അടിപൊളിയായിട്ട് പാടി. പക്ഷേ എന്നാലും അത്യാഗ്രഹമായിരിക്കും. ഇനിയും വേണം തോന്നുക. ഇനിയും എന്തൊക്കെയോ ആ തൊണ്ടേന്ന് പാടി കേൾക്കണം തോന്നുക. എന്താ പറയാ, സ്വരങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് വരുന്നതൊക്കെ എന്ത് ക്ലിയർ ആയിട്ടാ പാടി എത്തിക്കുന്നേന്നോ. വാക്കുകളില്ല കേട്ടോ. ഇതുപോലെ തന്നെ നന്നായിട്ട് പാടാൻ ശ്രമിക്കാം. ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് വേണ്ട പാട്ടൊക്കെ അച്ഛനാ സെലക്ട് ചെയ്ത് തരാ. ഇതും അച്ഛൻ തന്നെ എടുത്തത്. അതുകൊണ്ട് അച്ഛനൊരു വലിയ താങ്ക്സ്. അച്ഛനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ലയിച്ചിരുന്നത് അല്ലെ. മോളെ പാട്ട് കേട്ടിട്ട് ഇവിടുന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ലയിച്ചിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പം അത് അച്ഛന് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ് അല്ലെ, ഇത്രയും നന്നായിട്ട് പാടിയത്. പിന്നെ തബല സെഷൻ ഓർക്കസ്ട്ര കംപ്ലീറ്റ് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. താങ്ക് യു സജിലത്ത. ആൻഡ് ഒരു സ്പെഷ്യൽ നോട്ട് ഉണ്ട്, എനിക്ക് ആ ടോൺ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അത് ശ്രേയ, ഞാൻ കഴിഞ്ഞ ഈദിന് അബുദാബിയിൽ ഷോന് പോകുമ്പം ഇവിടെ എയർപോർട്ടിൽ നമ്മളുടെ പട്ടർമാരുടെ ഷോ കാണിക്കണ്ടായിരുന്നു. അപ്പം അളക പാടുന്ന ഒരു എപ്പിസോഡായിരുന്നു. അപ്പം ഒരു വെറൈറ്റി വോയിസ് ആണല്ലോ. ഷെരീഫ്ക പറഞ്ഞു, കണ്ണൂർ ഷെരീഫ്ക പറഞ്ഞു, അതാരാ പാടുന്നത്, പെട്ടെന്ന് നമുക്ക് ആരാണ് ആ സൗണ്ടിന്റെ ആരാന്നുള്ളൊരു ഇതുണ്ടാവുമല്ലോ. അങ്ങനെ പെട്ടെന്ന് നോക്കി ആരാ പാടുന്നത്, ഇത് ഏതാ കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് കുറേ ചോദിച്ചു, നന്നായി പാടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
ക്യൂട്ട്. ഒരു സ്പെഷ്യൽ ടോണാണ്, ഒരു സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കുന്ന ഒരു ടോണാണ്. ഇംപ്രൂവൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഫിറോസ്ക്ക് എടുത്ത് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ് എന്ന്. ഫിറോസ്ക. അഴകാ, സർ ക്യാ ബാത്ത് ഹൈ. ഇവിടെ പറഞ്ഞു, ഇവിടെ മനസ്സിലായി ഞാൻ അതാ പറയാൻ പോകുന്നതെന്ന്. എസ്പെഷ്യലി ആസ് ഇറ്റ് ഈസ് ഗസൽ റൗണ്ട് അല്ലേ? അപ്പോൾ ഞാനതാ പറയാമെന്ന് നജീബിനറിയാം. ഗംഭീരമായി പാടി താങ്ക് യു സർ. കേട്ടോ. ഞാൻ മോളെ കുറിച്ചൊരു ഞാൻ പറയട്ടെ, ഒരു ചെറിയൊരു എൻ്റെ മനസ്സിൽ തോന്നുന്നൊരു കാര്യം പറയാം. പിന്നെ മോള് പാടുമ്പോൾ നമ്മൾ പാട്ടിന് നമ്മൾ നോർമലായിട്ട് പഠിച്ച് പാടുന്നതിൽ നിന്ന് പിന്നെ പാട്ടിൻ്റെ ഒരു എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. പിന്നെ മതിമറന്ന് പാടുക, അല്ലെങ്കിൽ പിന്നെ ഒരു നോർമാലിറ്റിയിൽ നിന്ന് പോയിട്ട് പാടുന്നൊരവസ്ഥയുണ്ട്. അങ്ങനെ പാടാൻ കഴിയുന്ന ഒരു പാട്ടുകാരിയാണ് അളക. താങ്ക് യു സർ. നമ്മൾ മനോഹരമായിട്ട് പാടി, താങ്ക് യു സർ. ഗംഭീരമായിട്ട് പാടി കേട്ടോ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫിറോസ്ക. നജീംക. അളകാ, ചേട്ടാ ഈ ഒരു എപ്പിസോഡ് പട്ടുമാലിൻ്റെ ഒരു എന്താണ് ദ ബെസ്റ്റ് എപ്പിസോഡാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സൂപ്പർബായിരുന്നു കേട്ടോ. സ്പീച്ച്ലെസ്, ഒന്നും പറയാനില്ല. താങ്ക് യു ചേട്ടാ. വളരെ ടഫായിട്ടുള്ള ഒരു പാട്ടാണ് അത്. ഇത്രയും ഒരു പാടി ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ആ സ്വരം, ആ പ്രതിമദ്യവും ശുദ്ധമദ്യവും ഒക്കെ വരുന്ന സ്ഥലമുണ്ടല്ലോ, ആ സ്വരമൊക്കെ പാടിയതൊക്കെ അസാധ്യമായിരുന്നു. താങ്ക് യു ചേട്ടാ. ഉഗ്രൻ കേട്ടോ, പെർഫെക്റ്റ് ആയിരുന്നു. താങ്ക് യു ചേട്ടാ. താങ്ക് യു നജീംക. നമുക്ക് മാർക്സിലേക്ക് പോവാം. ഓക്കെ, ഫിറോസ്ക, ഔട്ട് ഓഫ് 40 എത്ര വേണം? 40 വേണമെന്നുണ്ട്. 40 വേണമെന്നുണ്ട്. വേണോ? 40 ആ തന്നു. 40. സൂപ്പർ സൂപ്പർ. സജലത, ഔട്ട് ഓഫ് 30 നോ ഡൗട്ട് 30 on 30. താങ്ക് യു ചേച്ചി. 30. നജീംക, ഔട്ട് ഓഫ് 30 അളകാ, ചേട്ടാ അവസാനം കുറച്ചുകൂടെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത് ഇങ്ങനെ അതിലിങ്ങനെ മുഴുകി കുറെ കൂടെ അതെന്ത് പാടാത്ത പാടണം തോന്നുന്നുണ്ട് എപ്പോഴും. പാടി നോക്കാം. പാടി നോക്കാം, എന്നാ പാട്ട് കേട്ടല്ലോ. സരി ഗരി ഗരി സരിനെ മദ സാരി ഗരി ഗ സരി ഗ മ ഗരി ഗ സരിനെ സരി ഗ ഗരി ഗരി സ ദദ മദ മ ഗരി ഗരി സ സരി ഗ മ ഗരി ഗരി സരിനെ സനി സരി ഗ ഗരി ഗ മ ഗരി ഗരി സ. സൂപ്പർ. താങ്ക് യു. അപ്പൊ എന്റെ മാർക്ക് 30 30. സൂപ്പർ, ഫുൾ മാർക്സ്. എവർഗ്രീൻ ഗാനങ്ങളാണ് സിനിമയിലെ മാപ്പിളപ്പാട്ടുകൾ. അതെ, തിരശീല പാട്ട് റൗണ്ടിൽ മത്സരിക്കുവാൻ എത്തുന്നു ക്രിസ്റ്റകല. ഐ വെൽക്കം ഹർ ഓൺ ടു ദി സ്റ്റേജ് ഓഫ് ചുങ്ക ജ്വല്ലറി പട്ടുറുമാൽ. ക്രിസ്റ്റകല, സാരിയൊക്കെ ഉടുത്തി വലിയ കുട്ടിയായിട്ട് വന്നിരിക്കുകയാണ് അല്ലേ? എനിക്ക് സാരി ഉടുപ്പിച്ചു തന്നത് ഫിദന്റെ ഉമ്മയാണ്. അച്ചോടാ, അല്ല അല്ലാന്ന് പറയാണോ ഫിദയുടെ ഉമ്മ? അല്ലാന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഹോഹോ, ഫിദയുടെ ഉമ്മ അല്ല കേട്ടോ സാരി ഉടുപ്പിച്ചു കൊടുത്തത്. ക്രിസ്റ്റകല, ലാസ്റ്റത്തെ 2 പെർഫോമൻസുകൾ കണ്ടായിരുന്നോ? ഫുൾ ഓൺ മാർക്സുകളാണ്. ദി ബെസ്റ്റ് എപ്പിസോഡ് ആണെന്ന് ഫിറോസ്ക തന്നെ പറഞ്ഞിരുന്നു. എന്തായാലും മാക്സിമം മാർക്സ് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ. 100 മാർക്സ് എയിം ചെയ്ത് പാടുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മനസ്സിനുള്ളിൽ മയക്കം കൊള്ളും മണിത്തിറാവേ എണ്ണിട്ടാട്ടെ. മനസ്സിനുള്ളിൽ മയക്കം കൊള്ളും മണിത്തിറാവേ എണ്ണിട്ടാട്ടെ. മതിരാശി പട്ടണത്തിൽ പോ
തിരശീല പാട്ട് റൗണ്ട്. ഹാപ്പി ആണോ പെർഫോമൻസിൽ? ജഡ്ജസിന് ഇഷ്ടമായോ നമുക്ക് ചോദിക്കാം. സജിലത്ത, ക്രിസ്റ്റകല സൂപ്പറായിരുന്നു. ക്രിസ്റ്റകലയുടെ സിംഗിങ്ങിന്റെ പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാം ഭയങ്കര ക്ലീൻ ആയിരിക്കും. ഒരു എന്താ പറയുക, സംഗതികളൊന്നും അങ്ങ് തെറിച്ചു പോകാണ്ടും പാടുന്ന സംഗതികളൊക്കെ ക്ലീൻ ആയിട്ട് അങ്ങ് പാടും. സംഗതികൾ മാത്രമല്ല, ടോട്ടലി നോക്കുമ്പോൾ ഭയങ്കര ക്ലീൻ ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അത് നല്ലൊരു കാര്യം. പിന്നെ 1-2 സ്ഥലത്ത് മറ്റോ കുഞ്ഞു മിസ്റ്റേക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല. അനുപല്ലവിയിലെ പൂനിലാവിൻ പുഴ നീന്തി കിടന്ന് അതൊന്ന് കണക്ട് ചെയ്ത് വരുമ്പോൾ എന്തോ ഒരു ചെറിയൊരു മിസ്സിങ് അവിടെ വന്നു. പക്ഷേ ചരണത്തിൽ അത് ആ പോർഷൻ നല്ല കറക്റ്റായിട്ട് പാടി. അങ്ങനെ 1-2 സ്ഥലങ്ങളിൽ മാത്രം, ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിരുന്നു. ഇതുപോലെ കീപ്പ് ചെയ്യാം കേട്ടോ. അത് ബെസ്റ്റ്. താങ്ക് യു സജിലത്ത. ഫിറോസ് കാ? ക്രിസ്റ്റകലക്കുട്ടി തകർത്തു, ഗംഭീരമായി പാടി. മോളിതില് മോളുടെ സ്വന്തമായ എന്തെങ്കിലും പാടിയോ ഭയങ്കര സംഗതികൾ പാടിയോ ഒന്നൊന്നല്ല നോക്കുന്നത്. എന്താണോ ജാനകി അമ്മ രാഘവ മാഷയുടെ ഈണത്തിൽ ഭാസ്കര മാഷയുടെ വരികൾക്ക് പാടി വെച്ചത് അങ്ങനെ പാടി എന്ന് പറയുന്നില്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ ഹ്യൂമണായ എററുകൾ വരാം അല്ലേ? നമുക്കൊരു മനുഷ്യന് പാടുമ്പോൾ വരുന്ന തൊണ്ടയിൽ വരുന്ന ചെറിയ എററുകൾ അത് മാറ്റി നിർത്തിയാൽ എന്തൊരു ഫീലായിരുന്നു അറിയാം. ജാനകി അമ്മ ഇങ്ങനെ ഓർമ്മിപ്പിച്ചു കേട്ടോ. ജാനകി അമ്മയുടെ ആ നിഷ്കളങ്കമായ സിംഗിങ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫിറോസ് കാ. നജീം കാ? ക്രിസ്റ്റകല, ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ബെസ്റ്റ് എപ്പിസോഡ് ആയിരിക്കുമെന്ന്. ക്രിസ്റ്റകല കൂടെ വന്നതോടുകൂടി അതിനൊരു പൂർണ്ണത വന്നിരിക്കുകയാണ്. ഇത് ബെസ്റ്റ് എപ്പിസോഡാണ് നമ്മുടെ പട്ടുമാലിൻ്റെ. എന്താണ് എനിക്ക് ഇതുവരെ പാടിയിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഒരു റൗണ്ടാണ് കേട്ടോ ക്രിസ്റ്റകല പാടിയിട്ടുള്ളതിൽ വെച്ച് ഞാൻ കേട്ടിട്ടുള്ളതിൽ. താങ്ക് യു നജീം കാ. യെസ്, പട്ടുമാൽ പ്രേക്ഷകർക്ക് ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ആയിരിക്കും ഇത് എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് എന്തായാലും മാർക്സിലേക്ക് കിടക്കാം. ഓക്കെ സജിലത്ത, ഔട്ട് ഓഫ് 30? Out of 30, 29.5. 29.5. നജീം കാ, ഔട്ട് ഓഫ് 30? Out of 30, 29.5. 29.5. ഫിറോസ് കാ, ഔട്ട് ഓഫ് 40? ഞാൻ ഇതുപോലെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ഔട്ട് ഓഫ് 40, 39.5. 39.5. So in total 98.5. Superb. എന്തായാലും താങ്ക് യു സോ മച്ച് ക്രിസ്റ്റകല. ക്രിസ്റ്റകലയും ഈ എപ്പിസോഡ് ഭയങ്കര സ്പെഷ്യൽ ആക്കി. ഇതുപോലെ പെർഫോമൻസുകൾ ഇനിയും കാഴ്ചവെക്കൂ. താങ്ക് യു സോ മച്ച്. ചുങ്ക ജ്വല്ലറി പട്ടുമാലിൽ ഇനി ഇഷൽ മൊഞ്ചാണ്. ഇഷൽ മൊഞ്ച ആർക്ക് എന്നറിയുവാനായി ഞാൻ 3 കണ്ടസ്റ്റൻസിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഐ വെൽക്കം ദി സ്വീറ്റ് 3 contestants ടു ചുങ്ക ജ്വല്ലറി പട്ടുമാൽ. ദി ബെസ്റ്റ് പെർഫോമൻസ് ആണ് നിങ്ങൾ 3 പേരും നമുക്ക് വേണ്ടി ഈ എപ്പിസോഡിലൂടെ കാഴ്ചവെച്ചത്. അതുകൊണ്ട് ഇഷൽ മൊഞ്ച് കുറച്ചും കൂടി ടൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ആർക്കാണ് ഇഷൽ മൊഞ്ച് എന്നറിയുവാനായി ഞാൻ സ്വാഗതം ചെയ്യുന്നു സജിലത്ത. ചെറിയൊരു കോംപ്ലിമെന്റ് പറയണം. ഭയങ്കര മൊഞ്ചെത്തി കേട്ടോ. ഇരിക്കുമ്പോ നമ്മൾ അറിയുന്നില്ല. നല്ല കോസ്റ്റ്യൂം. കേൾക്കുന്നുണ്ടോ നിച്ചിമേ? അസൂയാണ് ഇവിടെ. എന്ത് അല്ലേ? അതെ. എല്ലാരും പ്രതീക്ഷിക്കുന്നുണ്ടാവാ ഒന്നെങ്കിൽ അളകയ്ക്ക് അല്ലെങ്കിൽ ഫാത്തിമ ഫിദിക്ക് അല്ലേ? രണ്ടിലൊരാളല്ലേ? പക്ഷെ ഞാൻ അതല്ല തീരുമാനിച്ചിരിക്കുന്നത്. എനിക്കാണ് ഇന്ന് ചാൻസ് കിട്ടിയിരിക്കുന്നത് പറയാൻ. ഓക്കെ, എന്റെ ഒരു അഭിപ്രായം പറയാണേ. എന്താ വെച്ചാ രണ്ടാക്കും 100-ൽ 100 കിട്ടി. ഇനിയും സമ്മാനൊക്കെ കൊടുത്ത ഇവര് താങ്ങുവോ? അപ്പൊ കുറച്ച് മാർക്ക് കുറഞ്ഞിട്ടുള്ള ഒരാൾ ഇവിടെ ഇല്ലേ? അപ്പൊ അവർക്ക് കൊടുത്താലോ ക്രിസ്റ്റകലയ്ക്ക്? തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ കൊടുക്കണം. ക്രിസ്റ്റകലയ്ക്ക് നൽകുന്നു പ്രിൻസ് പട്ടുപാവാട മാർക്കറ്റ് റോഡ് എറണാകുളം നൽകുന്ന ഒരു സ്നേഹ സമ്മാനം. സുഖനിദ്രയ്ക്കായി 4wish മാട്രസ് നൽകുന്ന മറ്റൊരു സ്നേഹ സമ്മാനം. ഇതുപോലത്തെ എപ്പിസോഡുകൾ ഇനി പ്രതീക്ഷിക്കാം. ഈ ഫൈനൽ റൗണ്ട് ഭയങ്കര ടൈറ്റ് ആവുകയാണ്. ബെസ്റ്റ് പെർഫോമൻസുകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. Until then, take care. It's me Shriya and the whole team of Chunga Jewelry Patrumal signing off. ശുഭരാത്രി.